വാർഷികാഘോഷത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ ധൂർത്തടിച്ചത് കോടികളെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. മുഖ്യമന്ത്രി ഭരണം നടത്തുന്നത് സ്വന്തം കുടുംബത്തിനു വേണ്ടി മാത്രമാണെന്നും രമേശ്. മരോട്ടിച്ചാൽ വല്ലൂരിൽ പിക്കപ്പ് വാനും ബസ്സും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. അമിത വേഗതയിൽ വന്ന പിക്കപ്പ് വാൻ ബസ്സിലിടിക്കുന്ന ദൃശ്യങ്ങൾ ടി.സി.വിക്ക് ലഭിച്ചു. കാട്ടകമ്പാൽ മൾട്ടിപർപ്പസ് സർവീസ് സഹകരണ സൊസൈറ്റി തട്ടിപ്പ് പ്രതി മൂലേപ്പാട് സ്വദേശി സജിത്തിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മത്സ്യബന്ധന മേഖലയ്ക്ക് ഇരട്ടടിയായി മാറി കൊച്ചിയിലെ കപ്പൽ അപകടം. കടലിൽ രാസവസ്തുക്കൾ കലർന്നതിനാൽ കടൽ മത്സ്യം ഭക്ഷിക്കുന്നത് അപകടകരമാണെന്ന വ്യാജ പ്രചരണം മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചടിയാകുന്നു. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. കേരളത്തിനാവശ്യമായ ഒരു പദ്ധതി പോലും പ്രഖ്യാപിക്കാൻ കഴിയാതെയാണ് LDF സർക്കാർ കോടികൾ ധൂർത്തടിച്ച് 10ാം വാർഷികം ആഘോഷിക്കുന്നതെന്നും ഈ സർക്കാരിനെ കൊണ്ട് ജനങ്ങൾക്ക് യാതൊരുവിധ ഉപകാരവുമില്ലെന്നും ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് പറഞ്ഞു. ബി.ജെ.പി. വേലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം കുടുംബത്തിനു വേണ്ടി മാത്രമാണ് ഭരണം നടത്തുന്നത്. 100 രൂപയുടെ വർധനവിനു വേണ്ടി സെക്രട്ടേറിയറ്റിനു മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാ വർക്കർമാരുടെ ആവശ്യം പരിഗണിക്കാത്ത മുഖ്യമന്ത്രി മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ പ്രമോഷനു വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് കോടികളാണ് ചെലവഴിക്കുന്നത്. മറ്റു മന്ത്രിമാരുടെ വകുപ്പുകളിൽ നടക്കുന്ന ഉദ്ഘാടനങ്ങളിൽ പോലും മുഹമ്മദ് റിയാസിനെ അധ്യക്ഷനാക്കുന്ന മുഖ്യമന്ത്രി തനിക്ക് ശേഷം CPM-ൽ മരുമകന് സ്ഥാനം ഉറപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. വയനാട് ദുരിതബാധിതരുടെ പുനരധിവാസം നടപ്പിലാക്കാൻ 1 വർഷമായിട്ടും കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ ബി.ജെ.പി. വലിയ ശക്തിയായി മാറിയെന്നും എം.ടി. രമേശ് പറഞ്ഞു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സനിൽകുമാർ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത, ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കുടിയടത്ത്, സെക്രട്ടറി നിത്യാസാഗർ, മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ, ഇ. ചന്ദ്രൻ, സുമൻ തയ്യൂർ, രേഷ്മ സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മുതിർന്ന പ്രവർത്തകരെയും ആദരിച്ചു. അതുകൊണ്ടാണ് MP രാജേഷ് പരിപാടിയിൽ പങ്കെടുക്കാതെ പിണങ്ങിപ്പോയത്. രാജേഷിന്റെ ചോദ്യം ന്യായമാണ്. പിണറായി വിജയനോട് ചോദിക്കാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ MP രാജേഷ് പറയാതെ പറഞ്ഞൊരു കാര്യം, ഞാൻ അധ്യക്ഷത വഹിക്കേണ്ട ഒരു ചടങ്ങിൽ എന്തിനാണ് മുഹമ്മദ് റിയാസിനെ കൊണ്ടിരുത്തിയത്? എന്തിനാണ് ഈ അരിയിട്ടുവാഴ്ച? എനിക്ക് ശേഷം ഈ കേരളത്തിൽ LDF-നെ നയിക്കേണ്ടത് ഇന്നയാളാണ് എന്ന് പറയാൻ വേണ്ടി പിൻവാതിലിലൂടെ എന്തിനാണ് ഈ സർക്കാർ പരിപാടികളിൽ മുഹമ്മദ് റിയാസ് എന്ന മന്ത്രിയെ അരിയിട്ടു വാഴ്ത്തുന്നത് എന്ന് ചോദ്യം ഉയരുന്നത് CPM-നകത്താണ്. മരോട്ടിച്ചാൽ വല്ലൂരിൽ ബസ്സും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. മരോട്ടിച്ചാലിൽ നിന്ന് തൃശൂരിലേക്ക് പോയിരുന്ന അനാർക്കലി ബസ്സിൽ എതിരെ വന്ന പിക്കപ്പ് വാൻ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ബസ് ഡ്രൈവർ കല്ലൂർ സ്വദേശി ജിതേഷിനും യാത്രക്കാരായി 2 പേർക്കുമാണ് പരിക്കേറ്റത്. നിസ്സാര പരിക്കേറ്റ ഇവർ പ്രാഥമിക ചികിത്സ തേടി. ഇറച്ചിയുമായി അമിത വേഗതയിൽ വന്ന പിക്കപ്പ് ബസ്സിലിടിക്കുന്ന ദൃശ്യങ്ങൾ ബസ്സിലെ ക്യാമറയിൽ പതിഞ്ഞു. അപകടത്തെ തുടർന്ന് വാഹനങ്ങൾ റോഡിൽ നിന്ന് നീക്കാൻ കഴിഞ്ഞില്ല. അപകടത്തിൽപ്പെട്ട പിക്കപ്പിലെ ഡ്രൈവറും ക്ലീനറും സംഭവസ്ഥലത്ത് നിന്ന് പോയ ശേഷം തിരിച്ചെത്തിയില്ലെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു. ബസ് ജീവനക്കാർ ഉല്ലൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന കാട്ടകമ്പാൽ മൾട്ടിപർപ്പസ് സർവീസ് സഹകരണ സൊസൈറ്റി തട്ടിപ്പ് നടത്തിയ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കാട്ടകമ്പാൽ മൂലേപ്പാട് സ്വദേശി വാക്കാട്ട് വീട്ടിൽ സജിത്തിനെയാണ് കുന്നംകുളം ACP CR സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പണയസ്വർണം, ആധാരങ്ങൾ, സാലറി സർട്ടിഫിക്കറ്റുകൾ എന്നിവ ഉപയോഗിച്ച് 2 കോടിയുടെ തട്ടിപ്പ് നടത്തിയതായാണ് കണ്ടെത്തൽ. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സൊസൈറ്റി സെക്രട്ടറിയായിരുന്ന സജിത്തിനെതിരെ നിരവധി പരാതികളാണ് ലഭിച്ചത്. പരാതികളുടെ അടിസ്ഥാനത്തിൽ സജിത്തിനെതിരെ കുന്നംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് പ്രതി പിടിയിലായത്. ട്രോളിംഗ് നിരോധനകാലം കാത്തിരിക്കുന്ന മത്സ്യബന്ധന മേഖലയ്ക്ക് ഇരട്ടടിയായി മാറിയിരിക്കുകയാണ് കൊച്ചിയിലെ കപ്പൽ അപകടം. അപകടത്തിൽപ്പെട്ട കപ്പലിന്റെ കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കൾ കടലിൽ അലിഞ്ഞു ചേർന്നതിനാൽ കടൽ മത്സ്യം ഭക്ഷിക്കുന്നത് അപകടകരമാണെന്ന വിധത്തിലുള്ള പ്രചരണം മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം ആരംഭിക്കുമെന്നതിനാൽ യന്ത്രവൽകൃത ബോട്ടുകളിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങൾ വിലപ്പെട്ടതാണ്. 2 മാസത്തോളം നീളുന്ന ട്രോളിംഗ് നിരോധനം ബോട്ടുകൾക്ക് തൊഴിലില്ലാത്ത കാലമാണ്. എന്നാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നാളുകളാണ് ട്രോളിംഗ് നിരോധനകാലം. ഈ 2 കൂട്ടർക്കും ഒരുപോലെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് കപ്പൽ അപകടം. മത്സ്യവിഭവങ്ങൾ ഭക്ഷിക്കരുതെന്ന പ്രചാരണത്തെ തുടർന്ന് മത്സ്യക്കച്ചവടം വൻതോതിൽ കുറഞ്ഞ അവസ്ഥയാണുള്ളത്. മത്സ്യക്ഷാമം, കാലവർഷം തുടങ്ങിയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന തൊഴിലാളികൾക്ക് കപ്പൽ അപകടത്തിന്റെ പേരിലുള്ള പ്രചരണം കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഈ കപ്പൽ മുങ്ങിയ ആ ടൈം മുതൽ പറയുന്നത് അത് പൊട്ടിത്തെറിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും, അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ. ഇന്നേവരൊക്കെ ഒരു അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായതായിട്ട് കണ്ടിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾ ഈ ഒരുപാട് പൈസകളൊക്കെ ചെലവ് ചെയ്ത് ഇനിയിപ്പോൾ വരണത് ഒരു സീസൺ വഴിയാണ് ഈ വരണത്. അപ്പോൾ മീനൊക്കെ വില കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കിയ മുതലുകളൊക്കെ
കടവും വിലയും കയറി നശിച്ച് പോകാന്നല്ലാതെ കണ്ടിട്ട് ഞങ്ങൾക്കൊന്നും ഉണ്ടാവില്ല. നമ്മളൊക്കെ ഇത് കടവും വിലയായിട്ട് ഒരുപാട് മുതൽ ഉണ്ടാക്കിയിട്ട് എല്ലാ ഞങ്ങളെന്നല്ല മൊത്തം മത്സ്യത്തൊഴിലാളി കേരളത്തിലെ മൊത്തം മത്സ്യത്തൊഴിലാളി ചെയ്തത്. ഇപ്പോഴാണ് ഈ 2-3 മാസം കിട്ടുള്ളൂ. ഏത് ഫിഷിംഗ് ബോട്ടിൻ്റെ ഇവരിൽ നിന്ന് നിലവാരം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത് കിട്ടണത്. ഒരാളും ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇനിയിപ്പോൾ എല്ലാ ഡോക്ടർമാർ ആരെങ്കിലും ഇതിനെക്കുറിച്ച് ഇന്ന് വരെ ഒരു പഠനം നടത്തിയാൽ കുഴപ്പമില്ല. ഇത് പഠനം നടത്താണ്ട് നമുക്ക് വായത്ത് പോലും പറയണവർ ഇങ്ങനെ ക്യാൻസർ മറ്റ് ഓരോരോ അസുഖങ്ങളൊക്കെ പറയുന്നത്. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് പരമ്പരാഗത വള്ളങ്ങൾ വലയൊരുക്കി കാത്തിരിക്കുന്നത്. മത്സ്യബന്ധന മേഖലയെ മൊത്തത്തിൽ ദോഷകരമായി ബാധിക്കുന്ന പ്രചരണങ്ങൾ തങ്ങളുടെ ഉപജീവനത്തെ തകർക്കുമെന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. അഷ്ടമിച്ചിറയിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പമ്പിൽ ഇന്ധന ചോർച്ച കണ്ടെത്തി. പമ്പിന് സമീപത്തെ തോട്ടിലെ വെള്ളത്തിന് ഇന്ധനത്തിന്റെ ഗന്ധമുണ്ടെന്ന് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് പരിശോധന നടത്തിയത്. ഓയിൽ കമ്പനി ടെക്നീഷ്യൻ സ്ഥലത്തെത്തി പരിശോധന നടത്തി ചോർച്ച പരിഹരിച്ചു. MLAയിലുണ്ടായ തകരാറാണ് ഇന്ധന ചോർച്ചയ്ക്ക് കാരണമായത്. ഡമ്മി ഉപയോഗിച്ചാണ് ഇപ്പോൾ ചോർച്ച തടഞ്ഞിട്ടുള്ളത്. പെട്രോളിന് ഭയങ്കര മണം, എല്ലാവരും പറയാൻ തന്നെ പെട്രോളിന് ഭയങ്കര മണമെന്ന്. ഈ മഴ ആരംഭിച്ചതിന് ശേഷമാണ് വെള്ളത്തിൽ കൂടെ ഇങ്ങനെ വഴി പോയിട്ടാണ് മനസ്സിലാക്കുന്നത്. ഉരുണ്ടുള്ളി മൈതാനം തുടങ്ങിയിട്ട് അഷ്ടമിച്ചിറ ജംഗ്ഷൻ വരെ പെട്രോളിന്റെ മണമുണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. അപ്പോഴാണ് ഇന്ന് ശ്രദ്ധിച്ചിട്ടുള്ളത്. ഈ വെള്ളം എല്ലാവരും സമീപത്തെ കിണറിലേക്ക് ഇരിക്കും, പാടത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. പഴയന്നൂരിൽ കനത്ത മഴയിൽ വെള്ളം കയറി വ്യാപക കൃഷിനാശം. നീർനമുക്ക് പാടശേഖരത്തിലെ 1-ാം വിള ഇറക്കിയ നെൽകർഷകരുടെ കൃഷി പൂർണ്ണമായി നശിച്ചു. 2-ാം വിളയുടെ നെല്ല് സംഭരിച്ച സപ്ലൈകോയിൽ നിന്ന് ഇതുവരെയും നെല്ലിന്റെ വില ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. വേനൽ മഴ ലഭിച്ചതോടെ 1-ാം വിള നേരത്തെ ഇറക്കി ഇത്തവണ വിളനാശമില്ലാതെ കൊയ്തെടുക്കാമെന്ന കർഷകരുടെ മോഹമാണ് തിരിച്ചടിയായി പെയ്ത മഴയിൽ പൊലിഞ്ഞത്. 20 ദിവസത്തിലധികം മൂപ്പെത്തിയ നെൽച്ചെടികൾ ദിവസങ്ങളോളം വെള്ളം കെട്ടിനിന്ന് ചീഞ്ഞളിഞ്ഞു. കൃഷിവകുപ്പ് അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട് കർഷകർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകണമെന്ന് നീർനമുക്ക് പാടശേഖര സമിതി പ്രസിഡന്റ് PK മോഹൻദാസ് ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ 1-ാം വിള കൃഷി കഴിഞ്ഞ 15 ദിവസത്തോളമായി വിതച്ച് വളർന്നു വന്നിരിക്കുന്ന ഈ സമയത്താണ് ഓർക്കാപ്പുറത്ത് വല്ലാത്ത രീതിയിലുള്ള മഴ വരികയും ഈ കൃഷി മുഴുവൻ ഏകദേശം 40 ഏക്കറോളം കൃഷി വെള്ളത്തിലാവുകയും കർഷകർക്ക് വൻ ദുരിതം നൽകുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ദുരിതം അനുഭവിക്കുന്ന ഈ കർഷകരെ കണ്ടില്ലെന്ന് നടിക്കാതെ അവർക്ക് വേണ്ട പ്രാഥമികമായ സഹായമെങ്കിലും നൽകി സഹായിക്കണം എന്നാണ് കൃഷിവകുപ്പിനോട് നീർനമുക്ക് പാടശേഖര സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. ആലപ്പാട് പടവ്, പുള്ളുപടവ് എന്നിവിടങ്ങളിലെ സ്ലൂയിസുകൾ അടച്ചിട്ട് മത്സ്യകൃഷി നടത്തുന്നതായി ആക്ഷേപം. വെള്ളമൊഴുകി പോകുവാനുള്ള സ്ലൂയിസുകൾ അടച്ചിട്ടിരിക്കുന്നതിനാൽ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമാണ്. സ്ലൂയിസുകൾ തുറന്നിടണമെന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ മഴക്കാല മുന്നൊരുക്ക നിർദ്ദേശമുണ്ടായിട്ടും അതിന് പുല്ലുവില കൽപ്പിച്ചിരിക്കുകയാണ് പാടശേഖര സമിതികൾ എന്നാണ് ആരോപണം. അതേസമയം ചാടൂർ, പാറളം മേഖലകളിലെ കോൾപടവുകളിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകുവാനുള്ള ഇറിഗേഷൻ മെയിൻ ചാലിൽ കുളവാഴയും ചണ്ടിയും വന്നടിഞ്ഞതും ഒഴുക്കിന് തടസ്സമായി. മേഖലയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ജില്ലാ ഭരണകൂടം നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള വെള്ളിക്കുളങ്ങര ചാലക്കുടി റോഡിലെ വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള ഭാഗം തകർന്ന് കുഴികൾ രൂപപ്പെട്ടതോടെ യാത്രാ ദുരിതം രൂക്ഷം. ബസ് സ്റ്റാൻഡ്, പെട്രോൾ പമ്പ്, സ്കൂൾ ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് റോഡ് തകർന്നത്. 50ഓളം ബസ്സുകൾ കടന്നുപോകുന്ന റോഡിലാണ് കുഴികൾ നിറഞ്ഞിട്ടുള്ളത്. മഴ തുടങ്ങിയതോടെ കുഴികളിൽ വെള്ളം കെട്ടിക്കിടന്ന് വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ യാത്രക്കാരുടെ ദേഹത്തേക്ക് തെറിക്കുകയാണ്. നിർദ്ദിഷ്ട മലയോര ഹൈവേ കടന്നുപോകുന്നത് ഇതുവഴിയായതിനാൽ ഹൈവേ നിർമ്മാണം ആരംഭിക്കുന്നതുവരെ കുഴികൾ നിറഞ്ഞ റോഡ് നന്നാക്കേണ്ടതില്ല എന്ന നിലപാടാണ് അധികൃതർക്കുള്ളതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. സ്കൂൾ തുറന്നാൽ പ്രസന്റേഷൻ ഹൈസ്കൂൾ, ഗവൺമെന്റ് UP സ്കൂൾ എന്നിവിടങ്ങളിലേക്കുള്ള കുട്ടികൾ ഈ ചെളിക്കുഴികൾ താണ്ടിപ്പോകേണ്ട അവസ്ഥയാണുള്ളത്. ചാലക്കുടി ട്രാംവേ ജംഗ്ഷനിൽ ഗതാഗതത്തിന് തടസ്സമായി നിന്നിരുന്ന ബസ് ഷെൽട്ടർ നഗരസഭ നീക്കം ചെയ്തു. ചെയർമാൻ ഷിബു വാലപ്പന്റെ നേതൃത്വത്തിൽ നഗരസഭയുടെ പൊതുമരാമത്ത് വിഭാഗമാണ് ബസ് ഷെൽട്ടർ പൊളിച്ചു നീക്കിയത്. ഇരിങ്ങാലക്കുട ഭാഗത്തേക്കുള്ള സ്വകാര്യ ബസ്സുകൾ ഇനി മുതൽ ജുമാ മസ്ജിദ് പള്ളി കവാടത്തിന് തൊട്ടരികിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റോപ്പ് പ്രയോജനപ്പെടുത്തുവാൻ ബസ് ഓണേഴ്സ് അസോസിയേഷന് നിർദ്ദേശം നൽകിയെന്ന് ചെയർമാൻ പറഞ്ഞു. തൃശൂർ ഭാഗത്തേക്കുള്ള ഓർഡിനറി KSRTC ബസ്സുകളും ഇവിടെ നിന്ന് യാത്രക്കാരെ കയറ്റും. ട്രാംവേ ജംഗ്ഷനിൽ സ്ഥിരമായി ഉണ്ടാകുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനാണ് നടപടി. ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററായി പൊതുഭരണ വകുപ്പിലെ അണ്ടർ സെക്രട്ടറി OB അരുൺകുമാർ ചുമതലയേറ്റു. അഡ്മിനിസ്ട്രേറ്ററായിരുന്ന KP വിനയൻ വിരമിച്ച ഒഴിവിലാണ് നിയമനം. രേഖകളിൽ ഒപ്പുവെച്ച ശേഷം ദേവസ്വം ലോക്കറുകളുടെ താക്കോലുകൾ ഏറ്റുവാങ്ങി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം C മനോജ്, മുൻ അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കൊല്ലം സ്വദേശിയായ അരുൺകുമാർ നേരത്തെ റവന്യൂ ദേവസ്വം വകുപ്പിൽ സെക്ഷൻ ഓഫീസറായി സേവനമനുഷ്ഠിച്ചിരുന്നു. 1 വർഷമാണ് അഡ്മിനിസ്ട്രേറ്ററുടെ കാലാവധി.
ചേലക്കര നാട്ടിൻചിറയിൽ യുവതി കുളത്തിൽ മുങ്ങി മരിച്ചു. മൈലാക്കുളമ്പിൽ പുടവങ്ങോട്ടുഞ്ഞാലിൽ സവാദിന്റെ മകൾ 19 വയസ്സുള്ള നാഷിദയാണ് സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ മുങ്ങി മരിച്ചത്. വിവരമറിഞ്ഞെത്തിയ ചേലക്കര പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. ചേലക്കര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചാവക്കാട് തെക്കഞ്ചേരി വഞ്ചിക്കടവ് പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് കനോലി കനാലിന്റെ ഒഴുക്ക് നഷ്ടപ്പെട്ട ഭാഗം പൂർണ്ണമായും തുറന്നുകൊടുത്തു. നാഷണൽ ഹൈവേ പ്രവർത്തനത്തിന്റെ ഭാഗമായി കനോലി കനാൽ അടച്ചതിനാൽ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. MLA NK അക്ബറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനെ തുടർന്നാണ് കനോലി കനാലിന്റെ ഒഴുക്ക് നഷ്ടപ്പെട്ട ഭാഗം തുറന്നുകൊടുത്തത്. ഇനിയൊരു ഇടവേള. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. KSFE ഹാർമണി ചിറ്റ്സ് മെഗാ സമ്മാനം 100 പേർക്ക് സിംഗപ്പൂർ യാത്ര. ശാഖാതല സമ്മാനം 25,000 പേർക്ക് 1,500 രൂപയുടെ ഫ്യൂവൽ കാർഡ്. KSFE ഹാർമണി ചിറ്റ്സ്. ടോൾ ഫ്രീ നമ്പർ 1800-425-3455. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. ലക്ഷ്മിക്കുട്ടി, ഇതെന്റെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. ഞാനിത് ജുവലറൊക്കെ കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശക്ക് കൂടുതൽ പണം കിട്ടും. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. വാർത്തകളിലേക്ക്. വടക്കാഞ്ചേരി പുഴ നവീകരണം തുടങ്ങിയതിന്റെ ഉത്തരവാദികൾ നഗരസഭയും സേവ്യർ ചിറ്റിലപ്പള്ളി MLAയുമാണെന്ന് കോൺഗ്രസ്. പുഴ നവീകരണത്തിന് 10 കോടി രൂപ അനുവദിച്ച് വർഷങ്ങളായിട്ടും ടെൻഡർ ചെയ്ത് പ്രവൃത്തി തുടങ്ങിയത് കഴിഞ്ഞ വർഷമാണ്. നിലവിലുള്ള വീതിയിൽ പുഴയുടെ വശങ്ങൾ കെട്ടുന്ന പണി മാത്രമാണ് ചില സ്ഥലങ്ങളിൽ നടന്നത്. അതും പകുതിയിലായി നിൽക്കുകയാണ്. മണ്ണെടുക്കാൻ ടെൻഡർ എടുത്ത കരാറുകാരോട് നേതാക്കളും ജനപ്രതിനിധികളും വൻതുക കമ്മീഷൻ ആവശ്യപ്പെട്ടപ്പോൾ കരാറുകാരൻ പണി ഉപേക്ഷിച്ച് പോവുകയായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. അധികാരികളുടെ അനാസ്ഥയിൽ ജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരം ആരംഭിക്കുമെന്ന് പുഴ സന്ദർശിച്ച് കൌൺസിലർ K. അജിത് കുമാർ, ബിജു ഇസ്മയിൽ, ശശി മംഗലം, സിദ്ദിഖ് മാരാത്തുകുന്ന്, ഷെയ്ഖ് അഫ്സാൻ, CM തുടങ്ങിയവർ അറിയിച്ചു. പുഴയെ പുനരുദ്ധരിക്കാൻ പോവുകയാണ് എന്നൊക്കെ വലിയ വാഗ്ദാനം, അതുപോലെ തന്നെ MLAയും നിരവധി തവണ ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൻ്റെ പേരിൽ ഇവിടെ AC മൊയ്തീൻ 10 കോടി രൂപ അനുവദിച്ചു എന്നുള്ളത് കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രഖ്യാപിച്ചു. ആ 10 കോടി ഉപയോഗിച്ച് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കാനോ അത് കൃത്യമായി ടെൻഡർ ചെയ്യാനോ അവർ കഴിഞ്ഞ വർഷം മാത്രമാണ് അവർക്ക് സാധിച്ചത്. പക്ഷെ അന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ മകനും റിലയൻസ് ജിയോ ഡയറക്ടറുമായ ആകാശ് M. അംബാനി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദേവസ്വം അതിഥി മന്ദിരമായ ശ്രീവത്സരത്തിലെത്തിയ ആകാശ് അംബാനിയെ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം C. മനോജ്, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ദേവസ്വം നിർമ്മിക്കാനൊരുങ്ങുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ പദ്ധതി രേഖ ആകാശ് അംബാനിക്ക് ദേവസ്വം ചെയർമാൻ സമർപ്പിച്ചു. പുത്തൂർ വെട്ടുകാട് ഏഴാംകല്ലിൽ ചായക്കടയുടെ മറവിൽ മദ്യവിൽപ്പന നടത്തിയയാളെ തൃശൂർ റേഞ്ച് എക്സൈസ് സംഘം പിടികൂടി. ഏഴാംകല്ല് സ്വദേശി പനങ്കൂട്ടത്തിൽ രാമനാണ് പിടിയിലായത്. എക്സൈസ് കൺട്രോൾ റൂമിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിൽ 10 ലിറ്റർ വിദേശമദ്യം പിടിച്ചെടുത്തു. ഡ്രൈ ഡേയോടനുബന്ധിച്ച് 430 രൂപ വിലയുള്ള മദ്യം 600 രൂപയ്ക്കാണ് വിൽപ്പന നടത്തിയിരുന്നതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഗിരീഷ്, NR രാജു, പ്രിവന്റീവ് ഓഫീസർ രഞ്ജിത്ത്, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ സിജോമോൻ, ഇർഷാദ്, അരുൺ, ഷൈജു തുടങ്ങിയവർ മദ്യം പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കോൺഗ്രസ് അരിമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ ആശാ വർക്കർമാർക്കുള്ള പൗര സമൂഹത്തിന്റെ ഓണറേറിയം വിതരണം നടത്തി.
DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് അരിമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ജെൻസൺ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് വി സുരേഷ് കുമാർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മിഥുൻ മോഹൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലത മോഹനൻ, പഞ്ചായത്ത് അംഗങ്ങളായ സുധ സദാനന്ദൻ, സി വൃന്ദ, VK ശശികുമാർ, ജോർജ് CP തുടങ്ങിയവർ സംസാരിച്ചു. അരിമ്പൂർ പഞ്ചായത്തിലെ 10 ആശാപ്രവർത്തകർക്കാണ് ചടങ്ങിൽ ജൂൺ മാസത്തെ ഓണറേറിയം കൈമാറിയത്. നിറവ് സാംസ്കാരിക കൂട്ടായ്മയും ഇരിങ്ങപ്പുറം ഗ്രാമീണ വായനശാലയും നേത്രചികിത്സാ ക്യാമ്പും ഗ്രന്ഥശാല സംഘടിപ്പിച്ച വായനാ മത്സരത്തിൽ താലൂക്കിൽ 1ാം സ്ഥാനവും ജില്ലാതലത്തിൽ 2ാം സ്ഥാനവും നേടിയ മാളവിക S. കുറുപ്പിനെ ആദരിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. വായനശാല സെക്രട്ടറി TS. ഷെനിൽ അധ്യക്ഷനായി. വായനശാല പ്രസിഡന്റ് AI. ഹനീഫ, N. നാരായണൻ, ബാബുരാജ് ഒലക്കെങ്കിൽ, KI. സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിക്കുളങ്ങരയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നു. വെള്ളിക്കുളങ്ങര പ്രസന്റേഷൻ സ്കൂൾ റോഡിലാണ് ദിവസങ്ങളായി പൈപ്പ് പൊട്ടി വെള്ളം കാനയിലൂടെ ഒഴുകുന്നത്. അധികൃതരെ വിവരമറിയിച്ചിട്ടും ചോർച്ച പരിഹരിക്കാൻ നടപടി ഉണ്ടായില്ലെന്ന് പരിസരവാസികൾ പരാതിപ്പെട്ടു. പൈപ്പിൽ ചോർച്ചയുള്ളതിനാൽ സമീപത്തെ ഉയർന്ന പ്രദേശങ്ങളിൽ പൈപ്പ് വെള്ളത്തെ മാത്രം ആശ്രയിക്കുന്ന കുടുംബങ്ങൾ വെള്ളം കിട്ടാതെ ദുരിതത്തിലാണ്. ഏനമാവ് പരിശുദ്ധ പോംപെ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ കൂഞ്ചിറമുത്തിയുടെ 8ാമിട തിരുനാൾ ഭക്തിസാന്ദ്രമായി. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ സിജോ മുരിങ്ങാത്തേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തീർത്ഥകേന്ദ്രം ഡയറക്ടർ ഫാദർ ജെയ്സൺ തെക്കുംപുറം, ട്രസ്റ്റി CJ ജോർജൻ, ഡെൻസി ജേക്കബ്, ഇടവക ട്രസ്റ്റി ലിയോ ഡിക്രൂസ് തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. തളിക്കുളം പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം അങ്കണവാടി കുട്ടികളുടെ കലോത്സവം സംഘടിപ്പിച്ചു. കലോത്സവം തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM. അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PI. സജിത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിലെ 26 അങ്കണവാടികളിലെ 250 കുട്ടികൾ വ്യത്യസ്തമാർന്ന കലാപരിപാടികൾ അവതരിപ്പിച്ചു. അങ്കണവാടി കലോത്സവം തലപ്പള്ളി താലൂക്ക് നെല്ലുവായി NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ SSLC +2 വിജയികൾക്ക് അനുമോദനവും ലഹരിവിരുദ്ധ ക്ലാസും സംഘടിപ്പിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ET. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് K. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. സെക്രട്ടറി KV. വാസുദേവൻ, CK. ചന്ദ്രവല്ലി, ശോഭാരാജൻ, വേണു വടുതല തുടങ്ങിയവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ എരുമപ്പെട്ടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 വിജയികളെ അനുമോദിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ എരുമപ്പെട്ടി മേഖലാ കമ്മിറ്റി സെക്രട്ടറി NM. മിഥുൻ അധ്യക്ഷനായി. CPIM ലോക്കൽ സെക്രട്ടറി PC. അബാൽമണി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ, PT. ദേവസി, സുമന സുഗതൻ, NP. അജയൻ, സ്വപ്ന പ്രദീപ്, അങ്കിത തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ BC. ബിനോജ് കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്.
വാർത്തകളിലേക്ക്. മുല്ലയ്ക്കൽ മുരിങ്ങത്തേരി SNDP ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശാഖാ കുടുംബങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ശാഖാ അംഗമായ 5-ാം വാർഡ് മെമ്പർ NP അജയൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ അംഗം പത്മാവതി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ശാഖാ സെക്രട്ടറി KA ഷാജി, ശാഖാ പ്രസിഡന്റ് KA വിപിൻ, SSLC പരീക്ഷയിൽ വിജയം നേടിയ അനേക സുരേന്ദ്രനെയും LSS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടഞ്ചേരി LP സ്കൂൾ വിദ്യാർത്ഥി ദേവനന്ദ പ്രദീപിനെയും ചടങ്ങിൽ ആദരിച്ചു. ശാഖാ അംഗങ്ങളായ VG കൃഷ്ണൻ, PS ജിതിൻ, KA പ്രദീപ്, PS മിഥുൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രായപൂർത്തിയാകാത്ത കുട്ടിക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ നൽകിയയാളെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. അഴീക്കോട് സ്വദേശി പടമാട്ടുമേൽ അഭീഷണിയാണ് പൊയ്യ സ്കൂളിന് മുൻപിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. മാള SI KR സുധാകരന്റെ നേതൃത്വത്തിലാണ് ഇയാളെ പിടികൂടിയത്. നവാഗതർക്ക് കളിമുറ്റമൊരുക്കി പനങ്ങാട്ടുകര MND സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ PTA അംഗങ്ങളും അധ്യാപകരും വിദ്യാലയവും പരിസരവും ശുചീകരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി ആദിൽ ബാബു ശുചീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. OSA പ്രസിഡന്റ് MB പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക C രേഖ, OSA വൈസ് പ്രസിഡന്റ് S രാജു, ട്രഷറർ AS റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. ഇളവള്ളി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. അതിരൂപത വികാരി ജനറൽ ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കളനാക്കൽ, കൈക്കാരന്മാരായ വിൽസൺ പുലിക്കോട്ടിൽ, ജോൺസൺ ചാലക്കൽ, ഇഗ്നീഷ്യസ് തട്ടിൽ, ജനറൽ കൺവീനർ ആൽബിൻ C ആന്റോ എന്നിവർ നേതൃത്വം നൽകി. ജൂൺ 13-നാണ് തിരുനാൾ. NSS കുന്നംകുളം കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭാസംഗമവും പഠനോപകരണ വിതരണവും നടത്തി. പ്രതിഭാസംഗമം കരയോഗം പ്രസിഡന്റ് NM കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ EM ജയനാരായണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവ താരങ്ങളെയും SSLC +2 വിജയികളെയും ചടങ്ങിൽ അനുമോദിച്ചു. LKG മുതൽ +2 വരെ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സഹജീവി സ്നേഹത്തിലൂടെ മാതൃകയായ പ്രബീഷ് ഗുരുവായൂരിന് ആക്സിന്റെ സ്നേഹാദരവ്. ആക്സ് ഗുരുവായൂർ ബ്രാഞ്ച് വാർഷിക സമ്മേളനത്തിലാണ് പ്രബീഷിനെ ആദരിച്ചത്. ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ G അജയകുമാർ ഉപഹാരം സമ്മാനിച്ചു. ജനവാസ കേന്ദ്രങ്ങളിലെത്തുന്ന വിഷപ്പാമ്പുകളെയും അപകടകാരികളായ മൃഗങ്ങളെയും പിടികൂടുകയും രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ പ്രബീഷിന്റെ നിസ്വാർത്ഥ സേവനത്തെക്കുറിച്ച് TCV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് വേദിയിൽ പരാമർശിച്ച ശേഷമാണ് ആദരവ് നൽകിയത്. വാർഷിക സമ്മേളനം നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ആക്സ് പ്രസിഡന്റ് KP റഷീദ് അധ്യക്ഷത വഹിച്ചു. ആക്സ് കുടുംബാംഗങ്ങളുടെ മക്കളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ആക്സ് വോളണ്ടിയർമാരെയും അനുമോദിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കൌൺസിലർമാരായ സുബിത സുധീർ, ശോഭ ഹരിനാരായണൻ, ആക്സ് രക്ഷാധികാരി PK ചേറിയാൻ, ജില്ലാ സെക്രട്ടറി AF ജോണി തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി ചാത്തൻകുളം വാർഡ് മഹാത്മാഗാന്ധി കുടുംബസംഗമം KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് ജസ്റ്റിൻ പുത്തൂർ അധ്യക്ഷത വഹിച്ചു. മാനവ സംസ്കൃതി ജില്ലാ ചെയർമാൻ TS മായാദാസ്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന എന്നിവർ മുഖ്യാതിഥികളായി. UDF നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, നേതാക്കളായ അരുൺ കരിപ്പാൽ, K ജയശങ്കർ, PS സുനീഷ്, ചന്ദ്രപ്രകാശ് ഇടമന തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. DYFI തൃശൂർ ജില്ലാതല പഠനോപകരണ വിതരണ ഉദ്ഘാടനം നടന്നു. ചാവക്കാട് ടൗൺ ഈസ്റ്റ് യൂണിറ്റിൽ നടന്ന ചടങ്ങ് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. DYFI ബ്ലോക്ക് പ്രസിഡന്റ് KS അനൂപ് അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA, DYFI തൃശൂർ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ്, DYFI സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുകന്യ ബൈജു, KS റോസൽ രാജ്, വാർഡ് കൌൺസിലർമാരായ KV ഷാനവാസ്, അക്ബർ കോനോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വർത്തമാനകാല പ്രതീകമാണ് എന്ന് ഞാൻ
മുല്ലശ്ശേരി പാടൂർ റോഡിൽ പുതുകുളം പ്രദേശത്തെ 10ഓളം കുടുംബങ്ങൾ വെള്ളക്കെട്ട് മൂലം ദുരിതത്തിൽ. പലതവണ അധികൃതരോട് പരാതിപ്പെട്ടുവെങ്കിലും പരിഹാരം കണ്ടില്ലെന്ന് ആക്ഷേപം. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് പരിസരവാസിയായ EA ബാബുവും അദ്ദേഹത്തിന്റെ 4 വയസ്സായ മകൾ ശ്രീദുർഗയും വെള്ളക്കെട്ടിലിരുന്ന് പ്രതിഷേധ സമരം നടത്തി. സമരം നീണ്ടതോടെ പഞ്ചായത്ത് അധികൃതരും പാവറട്ടി പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പ്രദേശത്തെ വീട്ടുകാരുമായി ചർച്ച നടത്തി വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് സാധ്യമായ എല്ലാ മാർഗവും ഉടൻ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകിയതോടെയാണ് പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത്. ഒരാഴ്ചയിലേറെ തുടരുന്ന കനത്ത വെള്ളക്കെട്ട് വീടുകൾക്കും ഭീഷണിയായി തുടങ്ങിയതോടെ പരിസരവാസികൾ സമരവുമായി രംഗത്തിറങ്ങുകയായിരുന്നു. കരുണയും ദയയും നിറഞ്ഞ പ്രവൃത്തിയുടെ അടിസ്ഥാനം സ്നേഹമാണെന്ന് ജീവിതം കൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ തെളിയിച്ചെന്ന് സുനിൽ P. ഇളയിടം പറഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പ അനുസ്മരണവും നേര് സാംസ്കാരിക സമിതിയുടെ ഉദ്ഘാടനവും കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CC വിപിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, വൈസ് ചെയർമാൻ VS ദിനൽ, MM സജീന്ദ്രൻ, MN വിനയകുമാർ, ഡോക്ടർ PA മുഹമ്മദ് സയ്യിദ് തുടങ്ങിയവർ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ആഗോളീകരണത്തെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമുണ്ട്. ആഗോളീകരണം തുടങ്ങിയ സമയത്ത് പറയപ്പെട്ടിരുന്നൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. ട്രിക്കിൾ ഡൗൺ തിയറി എന്ന പേരിൽ ഒരു തത്വം അന്ന് അവതരിപ്പിക്കപ്പെട്ടിരുന്നു. അതായത് പണം പെരുകി പരക്കുകയും പണം ഇങ്ങനെ വലുതായി പെരുകി വന്ന് അത് എല്ലാ പാത്രങ്ങളും നിറയുകയും തൂവിത്തുളുമ്പി കീഴ്ത്തട്ടിലേക്ക് ഒഴുകി ദാരിദ്ര്യത്തെ അത് പരമാവധി കുറയ്ക്കുകയും ചെയ്യുമെന്നായിരുന്നു 1990കളിലും 2000-ലും ഒക്കെ പറയപ്പെട്ടിരുന്ന ഒരു സിദ്ധാന്തം. നിങ്ങളിൽ ചിലരെങ്കിലും. ഇനി വാണിജ്യം. ഇന്റീരിയർ ഡെക്കറേഷൻ മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂഷൻ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ ഫ്ലക്സി ഫോൾഡിന്റെ തൃശൂർ ഫ്രാഞ്ചൈസിയുടെ ഒഫീഷ്യൽ ലോഞ്ചിംഗ് തൃശൂരിൽ നടന്നു. കൊടിയേറ്റം എന്ന പേരിൽ തൃശൂർ ജോയ് പാലസിലാണ് ഫ്ലക്സി ഫോൾഡ് തൃശൂർ ഫ്രാഞ്ചൈസിയുടെ ഒഫീഷ്യൽ ലോഞ്ചിംഗ് നടന്നത്. ലേബർ അലുമിനിയം കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ്, ഫാബ്രിക് കാബ് മാനേജിംഗ് ഡയറക്ടർ ജാബിർ ഇൻഡോറ, ആക്ടിസോ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർമാരായ ഷഫീഖ് ഉമ്മർ, മുഹമ്മദ് ഷഫീഖ്, PT ഫാബ്രിമിക്സ് പാർട്ട്ണർ ഷബീർ, ഫ്ലക്സി ഫോൾഡ് കണ്ണൂർ ഡീലർ ഫർഷാദ് അബ്ദുള്ള എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ലേബർ അലുമിനിയം കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ്, ഫാബ്രിക്കേറ്റേഴ്സ് കൂട്ടായ്മ പ്രസിഡന്റ് ഷമീർ, സെക്രട്ടറി അൻഷാദ് ആലുവ എന്നിവർ ചേർന്ന് ഫ്ലക്സി ഫോൾഡ് വീഡിയോ ലോഞ്ചിംഗ് നിർവഹിച്ചു. ലേഡി ഫാബ്രിക്കേറ്റർ അഞ്ജന, ഇന്റിമേറ്റ് അലുമിനിയം സാരഥി ശരത് കേച്ചേരി, അലുബ്രോസ് സാരഥികളായ വിഷ്ണു, സനീഷ് എന്നിവർ ചേർന്ന് ഫ്ലക്സി ഫോൾഡ് ആപ്പിന്റെ ഇൻട്രൊഡക്ഷൻ നിർവഹിച്ചു. ഫ്ലക്സി ഫോൾഡ് ജനറൽ മാനേജർ ജെറി മിഡിൽ ടച്ച് ആമുഖ പ്രഭാഷണം നടത്തി. വിവിധ ആദരണങ്ങളും അവാർഡ് വിതരണവും കേക്ക് മുറിക്കലും നടന്നു. തുടർന്ന് കരിന്തലക്കൂട്ടത്തിന്റെ നാടൻ പാട്ട് അരങ്ങേറി. അലുമിനിയം ഫാബ്രിക്കേഷൻസിന്റെ ഉന്നമനത്തിനായി കണ്ടുപിടിച്ച ടെക്നോളജിയാണ് ഫ്ലക്സി ഫോൾഡ്. ഇന്റീരിയർ ഡിസൈനിങ്ങിനായി മിതമായ നിരക്കിൽ ചിതലും തുരുമ്പും വരാത്ത പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലുകൾ എല്ലാ കളറുകളിലും ആകർഷകമായ ഡിസൈനുകളിലും ലഭിക്കും. കേരളത്തിലും തമിഴ്നാട്ടിലും പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലും ഫ്ലക്സി ഫോൾഡിന്റെ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് സാരഥികൾ. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,920 രൂപ, പവന് 71,360 രൂപ. വെള്ളി ഗ്രാമിന് 110 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,733 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. വാർഷികാഘോഷത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ ധൂർത്തടിച്ചത് കോടികളെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. മുഖ്യമന്ത്രി ഭരണം നടത്തുന്നത് സ്വന്തം കുടുംബത്തിനു വേണ്ടി മാത്രമാണെന്നും രമേശ്. മരോടിച്ചാൽ വല്ലൂരിൽ പിക്കപ്പ് വാനും ബസ്സും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. അമിത വേഗതയിൽ വന്ന പിക്കപ്പ് വാൻ ബസ്സിലിടിക്കുന്ന ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. കാട്ടകമ്പാൽ മൾട്ടിപർപ്പസ് സർവീസ് സഹകരണ സൊസൈറ്റി തട്ടിപ്പ് പ്രതി മൂലേപ്പാട് സ്വദേശി സജിത്തിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മത്സ്യബന്ധന മേഖലയ്ക്ക് ഇരുട്ടടിയായി മാറി കൊച്ചിയിലെ കപ്പൽ അപകടം.
കടലിൽ രാസവസ്തുക്കൾ കലർന്നതിനാൽ കടൽ മത്സ്യം ഭക്ഷിക്കുന്നത് അപകടകരമാണെന്ന വ്യാജ പ്രചരണം മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചടിയാകുന്നു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.